വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. അമ്പലവാസികളായിട്ടുള്ള കുറേ ആളുകളുണ്ടായിരിക്കാം. അമ്പലവാസികളെന്ന് ഉദ്ദേശിക്കുമ്പോൾ അവരുടെ തലമുറകളായിട്ട് ആചരിച്ചു വരുന്നതായ ദേവസ്ഥാനങ്ങൾ, ചില പതികളോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ കൊട്ടിൽ ശ്രീകോവിലോട് കൂടിയിട്ടോ അല്ലെങ്കിൽ കൊട്ടിലോട് കൂടിയിട്ടോ വെച്ച് ആരാധിച്ച് വരുന്നതായതും അവരെ കൃത്യമായിട്ട് നിത്യം കഴുകി വൃത്തിയാക്കി പുഷ്പങ്ങളിട്ട് അല്ലെങ്കിൽ നിവേദ്യം വെച്ച് അങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകൾ, അതിലുപരി ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെറുവക കർമ്മങ്ങൾ ചെയ്യുന്നതോ, ചരടുണ്ടാക്കി കൊടുക്കലോ, അതേപോലെ ഭസ്മം ഇട്ട് കൊടുക്കലോ, അങ്ങനെ ഇപ്പോൾ അതല്ല വലിയ വലിയ പരിഹാരങ്ങൾ ചെയ്യുന്ന ആളുകളായിട്ടും അങ്ങനെ ഒരുപാട് ആളുകൾ ഇത് അവരുടെ കർമ്മമായിട്ടും അല്ലെങ്കിൽ അവരുടെ കടമയായിട്ടും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവരുടെ ജോലിയായിട്ടും ഈ മേഖല കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ആ കൃത്യനിഷ്ഠ അതാണ് ആ ക്ഷേത്രത്തിന് ശക്തി വർദ്ധിപ്പിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കണു. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല. ആരോഗ്യം ആളെ കാണുമ്പോൾ ഒരുപാട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് വെച്ചെങ്കിലും അവരുടെ ആരോഗ്യം ചിലപ്പോൾ വളരെ മോശമായിരിക്കും. നേരത്തെ എഴുന്നേൽക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. എന്നാൽ മുൻകാലത്തൊക്കെ നല്ല നേരത്തൊക്കെ ഇരുന്ന് ഒരു 3 മണിക്കോ 2 മണിക്കോ 1 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളി ജപങ്ങളൊക്കെ കഴിഞ്ഞിരുന്ന ആളുകളുണ്ടായിരിക്കാം. പല കാരണങ്ങളെ കൊണ്ട് സാഹചര്യങ്ങൾ, ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറി കാരണം ചിലപ്പോൾ അത്ര നേരത്തെ കുളിക്കാനൊന്നും പറ്റില്ല. എങ്കിലും കൃത്യമായിട്ട് ഒരു 5 മണി 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല, സാധാരണ ഓരോരുത്തർ ചെയ്യേണ്ടതാണ്. എങ്കിലും അവരുടെ അച്ഛനെ, അമ്മേനെ, മുത്തച്ഛനെ, മുത്തിയമ്മേനെ, ഗുരുക്കന്മാരനെ, അതേപോലെ തന്നെ അവരുടെ ദൈവങ്ങളേനെ എല്ലാവരെയും മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം വളരെയധികം നന്നാക്കി തരണേ. ആരുമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാനോ വഴക്കുണ്ടാക്കാനായിട്ട് തോന്നരുത്, അല്ലെങ്കിൽ എല്ലാവർക്കും നന്മകൾ വരണേ ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് കൈത്തൊഴുത്, ചിലവരൊക്കെ കൈയൊക്കെ അങ്ങനെ പൊട്ടിച്ചിട്ടാവും ചിലപ്പോൾ എഴുന്നേൽക്കുക തൊഴുതിട്ട്. അങ്ങനെ എങ്ങനെയായാലും തൊഴുത് വന്ന് അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് ക്ഷേത്രാംഗത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഭസ്മധാരണം നടത്തണം. ഭസ്മം ഒക്കെ എടുത്തിട്ട് ആ ഭസ്മം എടുത്തിട്ട് 2 കൈയിലും ചാലിച്ച് ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് നെറ്റത്ത്, മാർവിൽ, അതുപോലെ തന്നെ കയ്യിൽ, ഇങ്ങനെ ഇതിലെല്ലാം വയറിന് ഇവിടെയൊക്കെ ഭസ്മം ധരിച്ചിട്ട് ഭസ്മം കൊണ്ട് ഭസ്മം പൂശിയിട്ട് അതെടുത്തുകൊണ്ട് കയ്യിൽ നിന്ന് കഴിയാന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ശരീരം ശുദ്ധിയാക്കുക. സാധാരണ അറിയാവുന്നവരൊക്കെ ഉണ്ടാവും, ഈ ഗംഗ ഉണർത്തിയിട്ട് അല്ലെങ്കിൽ ഗംഗേനെ കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഗംഗാ നദീനെ ആവാഹിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ വിഡ്ഢിത്തങ്ങളല്ല, ഒരു കർമ്മി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലും വിപുലമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ കൃത്യമായിട്ട് എഴുന്നേൽക്കുമ്പോൾ മന്ത്രമുണ്ട്, അവർ കൈ നോക്കിയിട്ട് അതിൻ്റെ ദർശനങ്ങൾ, മന്ത്രങ്ങളുണ്ട്. എഴുന്നേറ്റിട്ടുണ്ട്, കുളിക്കുമ്പോൾ ഉണ്ട്, തോർത്തുമ്പോൾ ഉണ്ട്, ഒക്കെ ഉണ്ട്. അതൊന്നും സാധാരണക്കാർക്ക് ചിലപ്പോൾ മനസ്സിൽ നിൽക്കുന്നതാവില്ല. എങ്കിലും നമ്മൾ പറഞ്ഞ ഈ കുളി കഴിഞ്ഞ് വന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഓം എന്മായേ സുഷിരം ത്വയം ശരീരമല സംഭവം തദ്ദോഷം പരിഹാരവൃത്തം ലക്ഷ്മണം സർപ്പയാന്മഹം അന്നം ശുദ്ധി മനം ശുദ്ധി ബ്രഹ്മൻ ശുദ്ധി വിഷ്ണു ശുദ്ധി സർവേശ്വര ശുദ്ധി ഓം മഹാശുദ്ധിയേ സ്വാഹ ഓം ശ്രീ മഹാലക്ഷ്മിയെ സ്വാഹ ഓം നാരായണായ നമതേ പാല എന്ന് പറഞ്ഞിട്ട് ആ കയ്യിൽ വെള്ളം എടുത്തിട്ട് ശരീരത്തിലൊക്കെ ഒന്ന് തെളിക്കുക. ആ തെളിച്ചിട്ട് അതേപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അവരുടെ മന്ത്രമൂർത്തികളേനെ, ഓരോ മൂർത്തികളേനും അത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വെള്ളം സേവിക്കുക. ഇപ്പോൾ വിഷ്ണുമായാണ് വെച്ചെങ്കിൽ സമയമുണ്ടെങ്കിൽ വിഷ്ണുമായുടെ മന്ത്രം അല്ലെങ്കിൽ ഓം നമോ വിഷ്ണുമായ ഒരു 41 തവണയെങ്കിലും പ്രാർത്ഥിക്കുക. ആ വെള്ളം കുടിക്കുക, കുളിക്കുക. അതേപോലെ തന്നെ ഭദ്രകാളി മറ്റേതായത് മൂർത്തികളാണ് വെച്ചാൽ അതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓരോരുത്തരും അവരെ നിത്യം ഓരോരോ ദൈവങ്ങളേനെ പ്രാർത്ഥിച്ച് എണീക്കുമ്പോഴോ എഴുന്നേൽക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ ഒക്കെ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുണ്ടാവും. അവരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അവരുടെ ക്ഷേത്രത്തിലെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തറകളുള്ള വെച്ചെങ്കിൽ അവിടെ കയറി കഴിഞ്ഞാൽ ആ വിളക്ക്
ആദ്യം നമ്മൾ കാണുന്നത് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അവിടെ തെളിച്ചിട്ട് വിളക്ക് തുടച്ച് വിളക്ക് കത്തിച്ച് വയ്ക്കുക. എന്നിട്ട് ഇരിക്കുന്ന ദൈവങ്ങളെ കഴുകി ശുദ്ധിയാക്കിയിട്ട് വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കണം. ഇപ്പോൾ തറകളായാലും ശരി, കഴുകുന്ന വെള്ളം അവിടെ തന്നെ ദേവൻ്റെ അടുത്തേക്ക് തന്നെ ഒഴിച്ച് വരുന്നുണ്ടാവും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള വെള്ളം ഒക്കെ തുടച്ച് വൃത്തിയാക്കി കളയണം. വീണ്ടും അത് ഈ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ അടുത്ത് വരുമ്പോൾ അത് വളരെ വിഷമമാണ്. കാരണം കുളിച്ചിട്ട് അഴുക്കായിട്ടുള്ള വെള്ളം വീണ്ടും വന്ന് കിടക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷം ചന്ദനം അരച്ചിട്ട്, കളഭാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുക, അത് ചന്ദനം അരയ്ക്കാൻ നോക്കുക. ചന്ദനം അരച്ചിട്ട് അതേപോലെ തന്നെ വെള്ളം, അതിൽ പുഷ്പം, സാധാരണ പഞ്ചാർച്ചന പൂജ ചെയ്യാനുള്ളൊരു സെറ്റപ്പാക്കി വയ്ക്കുക. അപ്പോൾ പഞ്ചാർച്ചന എന്ന് പറയുമ്പോൾ ജലഗന്ധ പുഷ്പ ധൂപ ദീപം. അപ്പോൾ ജലം, വെള്ളം, 2 കിണ്ടിയിൽ വെള്ളം വേണം. കാരണം പൂജിക്കുന്ന സമയത്ത് അശുദ്ധിയായി കഴിഞ്ഞാൽ ആ ഇടത്തെ കിണ്ടിയിലത്തെ വെള്ളം കൊണ്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് കഴുകണം, നല്ലതാണ്. പൂജിക്കുമ്പോൾ അശുദ്ധിയാവാൻ പാടില്ല. അപ്പോൾ ഈ ജലം, ഗന്ധം എന്ന് പറയുമ്പോൾ ചന്ദനം, ജലം, ഗന്ധം, പുഷ്പം, അത് തുളസി, തെച്ചി, തുളസി, ചെമ്പരത്തി എന്തൊക്കെയാണ് വെച്ചെങ്കിൽ ആ പുഷ്പം ഉപയോഗിക്കുക. പിന്നെന്താ, ധൂപം, ദീപം. അപ്പോൾ ധൂപത്തിന് സാമ്പ്രാണിയോ എന്തൊക്കെയാണെന്ന് ഉപയോഗിക്കുക, അല്ലാതെ ചന്ദനത്തിരി. പിന്നെ ദീപം, കൊടിവിളക്കിൽ തിരിയിട്ടിട്ട് കത്തിക്കുക. നെയ്യാണ് നല്ലത്. ഇനിയിപ്പോൾ എണ്ണയിലും കുഴപ്പമില്ല, കത്തിക്കുക. എന്നിട്ട് നമ്മുടെ ദേവനെ, ആ ഭഗവാനെ അല്ലെങ്കിൽ ആ ഭഗവതിക്ക് ഒന്ന് ശുദ്ധിയാക്കിയിട്ട് ആ കിണ്ടിയിലേക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ചന്ദനം ഉണ്ടായിരിക്കും. ചന്ദനമാണ് നല്ലത്. കളഭം അത് പലതരം കൂട്ടുകളും കെമിക്കലൊക്കെ ഉള്ള കാരണം അത് സാധാരണ നമ്മുടെ ആളുകൾക്ക് തന്നെ ഈ ചില സിന്ദൂരം പറ്റില്ല. അത് ഈ വൈറ്റ് സിമെൻറ്റും ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പം നെറ്റൊക്കെ പൊള്ളാനായിട്ട് തുടങ്ങും, പാട് വരും അവിടെ, അല്ലെങ്കിൽ ചൊറിച്ചിൽ വരും. ഇതേപോലെ തന്നെയാണ് നല്ല ദൈവിക ശക്തിയുള്ളതായ പക്ഷേ ആ ദേവൻ്റെ ആ കളഭം കൊണ്ട് കുറി തുടങ്ങുമ്പോൾ ദൈവത്തിന് വിഷമം ഉണ്ടാവും എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ ചന്ദനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ആ ചന്ദനം കുറച്ച് പൂവെടുത്തിട്ട് വെള്ളത്തോട് കൂടിയിട്ട് ഈ വെള്ളത്തിലേക്ക്, അത് കിണ്ടിയിലത്തെ വെള്ളത്തിൻ്റെ അവിടെ പിടിച്ചിട്ട് ഗംഗേ ജമുന, ഓം ഗംഗേ ജമുന ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധിയും കുരു, അങ്ങനെ ഒരു 14 തവണ ജപിച്ചിട്ട് ആ ഗംഗേനെ നമ്മുടെ കയ്യിലേക്ക് ആവാഹിക്കുന്നു എന്ന് അതിൽ ആ കിണ്ടിയിലേക്ക് ഇടുക. കിണ്ടിയിലേക്ക് ഇട്ടിട്ട് അതിനെ പൂജിക്കുക. ജലഗന്ധ പുഷ്പധൂപം കൊണ്ട് പൂജിക്കുക. അപ്പോൾ പൂജിക്കാനായിട്ട് തുളസിയുടെ ഒരു 3 കഴുത്ത് കൂട്ടി കെട്ടിയത് എന്നുള്ളത്, ഒരു നീളത്തിൽ, ഇത്ര നീളത്തിൽ 3 എണ്ണത്തിൻ്റെ കഴുത്ത് കൂട്ടി കെട്ടി, തല കൂട്ടിയിട്ട് അതിൻ്റെ കതിരി പെടാതെ, അതുകൊണ്ട് വേണം നമുക്ക് പൂജിക്കാനായിട്ട്. ഇതിൻ്റെ മന്ത്രങ്ങളുണ്ട്. താന്ത്രികപരമായിട്ടുള്ള ചെയ്യുമ്പോൾ തന്നെ മന്ത്രങ്ങളുണ്ട്. ശരീരം ശുദ്ധിയാക്കാനായിട്ടുണ്ട്. ഓം ശതധാര മുത്സമക്ഷീയമാണം വിപശ്ചതം പിതരം വാക്വാനം മേളിം പദന്തം പിത്രോരൂപസ്ഥേതം രോഗസി തീവ്രതം സത്യവാചം ഗംഗുരഭ്യോ നമ. അങ്ങനെ ഇത് അട്ടകം പിടിക്കാമെന്ന് പറയും. അതങ്ങനെ പിടിച്ചിട്ട് 3 തവണ ചൊല്ലിട്ട് അത് ഓം സ്വസ്തി ശ്രീ ഗുരഭ്യോ നമ ഗംഗുരഭ്യോ ഗണപതേ നമ പരമാത്മനീ നമ എന്ന് പറഞ്ഞിട്ട് പൂജിക്കുന്നതുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഒരാൾക്ക് കിട്ടില്ല. അപ്പോൾ അത് അതിൻ്റെ മാതിരി കൃത്യമായിട്ട് പഠിച്ചിട്ട് ചെയ്യാണെങ്കിൽ വിരോധമില്ല. അപ്പോൾ അത് അറിയില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തുടണ്ട. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഗംഗേനെ ആവാഹിച്ചു, പൂജിച്ചു, അത് പുണ്യാഹം ആക്കി. ആ പുണ്യാഹം കൊണ്ട് നമ്മളൊക്കെ ഒന്ന് തെളിച്ചു, ദേവനും തെളിച്ചു, നമ്മളും തെളിച്ച്, പരിസരമൊക്കെ തെളിച്ച് സ്വല്പം എടുത്തിട്ട് നമ്മളൊന്ന് കുടിച്ചു. അങ്ങനെ ഒന്ന് കൈ കഴുകി, ആ കൈ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളെന്തായാലും കുറച്ച് ചന്ദനം എടുത്തിട്ട് ദേവനെ ചാർത്തി, ദേവിക്കാണ് ചാർത്തി, അതുമ്മേ പൂവ്, തുളസിയേണ്ട ഇല കൊണ്ടാണ് വെച്ചാൽ ചന്ദനം തൊട്ടിട്ട് അങ്ങനെ നെറ്റത്ത് വയ്ക്കാം, കുറി വരയ്ക്കാം, അല്ലെങ്കിൽ ചെമ്പരത്തി പൂവാണ് വെച്ചാൽ വയ്ക്കാം, തെച്ചിപ്പൂവായാലും വയ്ക്കാം. അതേപോലെ തന്നെ മാലയുണ്ട് വെച്ചാൽ മാലയുള്ളത് ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ദേവനെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ദേവിയാണെങ്കിൽ ഒരു ഉടുപ്പ് മേടിച്ച് കെട്ടുന്നത് അതിൽ നല്ലതാണ്, ഇല്ലാച്ചിന് വിരോധമില്ല. അതിനുശേഷം ഈ പഞ്ചാർച്ചന പൂജ ചെയ്യുക. നിവേദിക്കാനായിട്ട് അവല്, മലര്, ശർക്കര, പഴം ഇത്യാദികൾ അത് എടുത്തു വയ്ക്കുക. അതേപോലെ തന്നെ കുറച്ച് കർപ്പൂരം. അങ്ങനെ ഈ പഞ്ചാർച്ചന പൂജ കഴിഞ്ഞാൽ ഉടനടി ദേവി നിവേദിക്കുക. അപ്പോൾ സാധാരണ എല്ലാവർക്കും കഴിയാവുന്നുള്ളതുള്ളൂ. അവല്, മലര്, ശർക്കര, പഴം, കൽക്കണ്ട, മുന്തിരിയൊക്കെ. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു പഴം വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ശർക്കര കുറച്ച് വയ്ക്കാനേ ഉള്ളൂ വെച്ചെങ്കിൽ അത് വയ്ക്കുക, ഭഗവാനെ അതിലേക്ക്. അപ്പോൾ ഈ തുളസിയിൽ നിന്ന് ഈ പുഷ്പം ഏത് പ്രസാദം ഏതായാലും ശരി, അത് നേദിക്കുന്നതിന് മുമ്പ് അതിലത്തെ വിഷാംശങ്ങളൊക്കെ മാറാനായിട്ട്, ദേവനെ നേദിക്കുകയാണല്ലോ, അപ്പോൾ ഈ വിഷാംശങ്ങളൊക്കെ മാറാനായിട്ട് ഇതിനൊരു പൂ കൊടുത്തിട്ട് അതിനൊന്ന് ഒഴിഞ്ഞിട്ട് കളയാം. അസ്ത്രമന്ത്രം ജപിച്ചിട്ട് അന്തർ കളയാം.
അതങ്ങനെ ഒഴിഞ്ഞ് കളഞ്ഞിട്ട് വീണ്ടും അതിൽ പൂജിക്കുക, പഞ്ചാർച്ചന പൂജിക്കുക. ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം. എന്നിട്ട് 2 കയ്യിൽ പുഷ്പം എടുത്തിട്ട് ആ ദേവൻ്റെ ആ ദൃഷ്ടിയിലേക്ക് ഇതിലേക്ക് ആളെ കൊണ്ടുവരിക. സ്വല്പം എടുത്തിട്ട് ഈ ആളുടെ ദൃഷ്ടിയെ ഇതിലേക്ക് ആവാഹിക്കുക എന്ന് പറയുന്നത് ആ കണ്ണിന് നേരെ പിടിച്ചിട്ട് ആ 2 കയ്യിലത്തെ പൂ ഒരു കയ്യിലേക്ക് ആക്കുക. എന്നിട്ട് ഈ പ്രസാദത്തിലേക്ക് നൈവേദ്യത്തിലേക്ക് ഇടുക. പ്രസാദത്തിലേക്ക് ഇട്ടിട്ട് അത് ഒന്നാലെ ശംഖ് ഉണ്ടെങ്കിൽ, ശംഖിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല, കിണ്ടി, ആ കിണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ നിവേദ്യത്തിൻ്റെ 2 തവണ ഇങ്ങനെ വ്ളാകുക. എന്നിട്ട് സ്വല്പം വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ദേവനി കുടിക്കാനായിട്ട് കുടിനീരെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് 2 കുറേശ്ശെ കൊടുക്കുക. എന്നിട്ട് ഭഗവാനെ ഇന്ന് എടുത്തിട്ട് അദ്ദേഹം നിവേദിക്കുക. അദ്ദേഹത്തിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് സംഭവം ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കോരി കൊടുക്കുന്ന പോലെ തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, അതിൻ്റെ പോലെ ദഹനം, ശോചനം എല്ലാം അതിലുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കറിയില്ലെങ്കിലും ഒരു 5 തവണയെങ്കിലും ഭഗവാനെ നമ്മളെടുത്തിട്ട് അങ്ങനെ നിവേദിക്കുക, വായിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതായിക്കഴിഞ്ഞാൽ ഇതിന് കുറച്ച് പുഷ്പം എടുത്തിട്ട് 2 കയ്യിലിട്ടിട്ട് അത് മുഴുവൻ ഇതിലേക്ക് അതിൻ്റെ സത്തുകളെല്ലാം നമ്മളിതിലേക്ക് ആവാഹിച്ചിട്ട് ഭഗവാൻ സമർപ്പിക്കുക. അപ്പോൾ ഭഗവാന്റെ വായിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് എങ്കിലും വായിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ പാദത്തിൽ സമർപ്പിച്ച മതി. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ സങ്കല്പിച്ച് ചെയ്യുന്നത് അദ്ദേഹത്തിനോട് കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞാൽ അതിന്ന് സ്വല്പം ഒരു പൂ കൊടുത്തിട്ട് ഈ നിവേദ്യത്തിലേക്ക് ഇടുക. ആ നിവേദ്യത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ ആ പീഠത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ പൂജിച്ചതെന്ന് എടുത്തിട്ട് ഒരു പൂ കൊടുത്തിട്ട് ഈ പ്രസാദത്തിൻ്റെ വടക്കേ ഭാഗത്തേക്ക് ഇടുക. ആ വടക്കേ ഭാഗത്തേക്ക് ഇട്ടിട്ട് ഒരു സ്വല്പം വെള്ളം അതിലേക്ക് ഒഴിക്കുക, കിണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ ഭഗവാൻ ഇവർക്ക് നിവേദിച്ചതെന്ന് ഇവരുടെ നിവേദ്യത്തിൽ നിന്ന് കഴിക്കാനായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ അവർക്ക് ഒരു 3 തവണ നിവേദിക്കുക. അപ്പോൾ പുഷ്പട്ടയിൽ വീണ്ടും ഒരു പുഷ്പം എല്ലാ ശരീരത്തിൻ്റെ ഇതിൻ്റെ വടക്കേ ഭാഗത്ത് നിന്ന് സ്വല്പം വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വീണ്ടും അദ്ദേഹത്തിന് നിവേദിക്കാനായിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പുഷ്പങ്ങളെല്ലാം മാറിയിട്ട് ഈ നിവേദ്യത്തിലിട്ട് നമ്മൾ നിവേദിച്ചിട്ടിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം തെളിച്ച് അവിടെ വൃത്തിയാക്കി ഈ ഇടത്തെ കൈ എന്നുള്ള കിണ്ടി കൊണ്ട് കഴുകി കഴുകുക. വീണ്ടും ദേവനെ പൂജിക്കുക. ദേവനെ പൂജിച്ചിട്ട് പഞ്ചാർച്ചന എന്നെ കഴിക്കുക. എന്നിട്ട് കർപ്പൂരം ആരാധിക്കുക. കർപ്പൂരത്തിൽ നിന്നും അതേപോലെ തന്നെ ഇത്തിരി പുഷ്പം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഭഗവാനെ നമസ്കരിക്കുക, ഭഗവാന്റെ പാദത്തിലിടുക. അത് നമ്മളും അതേപോലെ തന്നെ ഒരു 3 തവണ അതും ആ ദീപത്തിൽ നമ്മൾ ആവാഹിച്ചതിന് ശേഷം 2 കയ്യിലും പുഷ്പമിട്ടിട്ട് ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ ഏതാണ് ഭഗവാൻ, ഇപ്പോൾ ചാത്തനായിരിക്കാം, ചൊവ്വയായിരിക്കാം, കരിങ്കുട്ടി ആണെന്ന് വിചാരിക്കുക. ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഓം നമോ ഓം കരിങ്കുട്ടിയെ നമ മന്ത്രം എന്ന് അറിയില്ല അദ്ദേഹത്തിന് അതന്നെ മന്ത്രം. അല്ലെങ്കിൽ ഓം നമോ വിഷ്ണുവായ, അല്ലെങ്കിൽ ഓം ഭദ്രകാളിയെ നമ. അത് മൂലമന്ത്രമാണ് ഭദ്രകാളിയുടെ വെച്ചെങ്കിൽ ഓം ഐം ക്ലീം സൗം ഭദ്രകാളിയെ നമ. അങ്ങനെ ഒരു 108 മന്ത്രം ഏത് ദേവനാണോ ദേവിനെയാണോ നമ്മൾ പൂജിച്ചു കഴിഞ്ഞാൽ 108 തവണ മന്ത്രം ജപിച്ചിട്ട് ആ പുഷ്പം രണ്ടും കൂടി ദേവൻ്റെ കാക്കിലിടുക. എന്നിട്ട് നമസ്കരിച്ചതിന് ശേഷം പൂജ നമ്മൾ അവസാനിപ്പിച്ചു. എന്നിട്ട് അതിനൊരു പൂ എടുത്തിട്ട് നമ്മളൊന്ന് ആ പുഷ്പം ഒന്ന് ഇളക്കി അതേപോലെ തന്നെ എടുത്തിട്ട് ഒന്ന് മണപ്പിച്ച് മാറ്റിയിട്ട് അതിലൊരു 3 തവണ ചെയ്യാം. അത് സ്ഥിരമായിട്ട് ഒരു ക്ഷേത്രം ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ മണപ്പിച്ച് കളയുന്നില്ല. നമ്മൾ ഒരു കളം കെട്ടിയിട്ട് ആണ് ഇതിലേക്ക് വയ്ക്കുന്നത് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് ഉദ്ദേശിക്കുന്നത് അത് മാറ്റി വയ്ക്കണം. എന്നിട്ടൊരു പുഷ്പം എടുത്തിട്ട് തലയിൽ ഇങ്ങനെ ചൂട്ടണം. എന്നിട്ട് അത് പൂജ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതേപോലെ തന്നെ വൈകിട്ട് ഇതേപോലെ തന്നെ കുളിച്ച് അദ്ദേഹത്തിന് വിളക്ക് വയ്ക്കാൻ നോക്കുക. പണിയും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെയാണെന്ന് വെച്ചാൽ പണിക്ക് പോവുക. വൈകിട്ട് വന്നിട്ടുള്ളവർ ആരാഴ്ചയിൽ ഒഴിവുള്ളവർ വിളക്ക് വയ്ക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ വിളക്ക് വയ്ക്കുക. അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് ഭാര്യ മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നവരാവും, അതും തെറ്റില്ല. എൻ്റെ ഗുരുനാഥൻ പറയും, നമ്മൾ ഈ ഗൃഹസ്ഥ ആശ്രമികളാന്ന് പറയും. വീടോടുകൂടി ജീവിക്കുന്ന അല്ലെങ്കിൽ അതോടുകൂടി അങ്ങനെയുള്ള ആശ്രമികൾ. അപ്പോൾ ആശ്രമമുണ്ട്, കുടുംബജീവിതമുണ്ട്, പൂജകളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടേതായ വ്യക്തിപരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നടത്തേണ്ടതാണ്. അത് സ്വന്തം വീട്ടിലാണ്.
അതേപോലെ തന്നെ ചിലർ മത്സ്യമാംസങ്ങൾ കഴിക്കും. അത് ഓരോരുത്തരുടെ വയറിൻ്റെ രുചി അനുസരിച്ച്. ഇപ്പം നമ്മൾ സാധാരണ ശിവനോ വിഷ്ണുവിനോ ഗണപതിക്കോ അല്ലെങ്കിൽ അങ്ങനെ പൂജിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോകുന്നവരൊക്കെ മിക്കവാറും ഈ മത്സ്യമാംസങ്ങൾ കഴിക്കാത്തവരായിരിക്കും. അത് അങ്ങനത്തെ ക്ഷേത്രങ്ങളിൽ അതൊക്കെ തന്നെ പാടുള്ളൂ. വിഷ്ണുവായനും മറ്റുള്ള കാര്യങ്ങൾ കല ചൊവ്വ ഇവരൊക്കെ പൂജിക്കുന്നവരെന്ന് പറയുന്ന നിർബന്ധമായിട്ടത് പറയുന്നില്ല. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് കഴിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ശാരീരിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞാൽ, അപ്പോൾ ബന്ധപ്പെടില്ല അങ്ങനെ ഇത്യാദികളൊക്കെ കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റും. രാത്രിക്കാണെങ്കിൽ കുളിച്ച് അല്ലെങ്കിൽ കയ്യും കാലൊക്കെ വൃത്തിയാക്കിയിട്ട് സ്വല്പം വെള്ളം എടുത്തിട്ട് അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഏതായാലും ഇതൊക്കെ സംഭവിക്കുന്നതാണ്. എങ്കിലും കുറച്ച് വെള്ളം എടുത്തിട്ട് ഓം അന്നം ശുദ്ധി, വീണ്ടും മനം ശുദ്ധി, ബ്രഹ്മൻ ശുദ്ധി, വിഷ്ണു ശുദ്ധി, സർവേശ്വര ശുദ്ധി, ഓം മഹാശുദ്ധിയെ സ്വാഹ, ഓം ശ്രീ മഹാലക്ഷ്മിയെ സ്വാഹ, ഓം നാരായണ എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം എടുത്തിട്ട് തെളിച്ചു. അപ്പോൾ തൽക്കാലം ഒരു ശുദ്ധിയായി. എന്നിട്ട് ചെന്ന് കിടക്കുക. വീണ്ടും നേരം വെളുക്കുന്നതിനുള്ള സംഭവങ്ങളൊന്നും പാടില്ല. രാവിലെ എനിക്ക് കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അശുദ്ധി ആയി കഴിഞ്ഞാലും തൽക്കാലം നമുക്ക് ശുദ്ധിയാക്കാനാണ് നമ്മൾ. കാരണം നമ്മളെ സ്വാമി ദൈവം എന്നുള്ളൊരിതില്ല, അല്ലെങ്കിൽ സ്വാമി അല്ലെങ്കിൽ പൂജകൻ എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആചരിക്കാം. അപ്പോൾ ദൈവങ്ങളെ തന്നെ നമ്മൾ എത്ര കൃത്യമായിട്ട് ആചരിക്കുന്നു അത്രയും നമുക്ക് അവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. കർമ്മികളായാലും ശരി, നമ്മൾ നിത്യം ഫോണിലൊക്കെ ചാർജ് ആക്കുന്ന പോലെ അതിൽ ചാർജ് കുറയും തോറും നമുക്ക് പറ്റില്ല. അതേപോലെ തന്നെ റേഞ്ചില്ലാത്ത സ്ഥലത്ത് നിന്നാലും നമുക്ക് വിളിച്ചാൽ കിട്ടില്ല. നെറ്റ് കുറവുണ്ട് ചോദിച്ചാലും അപ്പോൾ നമുക്കതൊക്കെ കാണാനോ കേൾക്കാനോ കഴിയില്ല. അപ്പോൾ എല്ലാം നല്ല കൃത്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ദേവപൂജകൾ ആയിട്ട് ചെയ്യുന്നവർ, പരിഹാര പൂജകൾ ചെയ്യുന്നവർ, ഈ ജ്യോത്സ്യന്മാർ, കർമ്മികൾ ഈ വക അനുഷ്ഠാനങ്ങൾ നടത്തുക. വർഷത്തിലൊരിക്കൽ അവർ കൃത്യമായിട്ട് അവരുടെ വാർഷിക ഉത്സവം നടത്തുക. അതുപോലെ മിക്കവാറും ഈ അമാവാസി ദിവസങ്ങളിൽ അവരുടെ ആ ദേവനെ മധ്യമത്തിലുള്ളതായ കവളാചാരം ചെയ്യുന്ന ദൈവങ്ങളുണ്ട് വെച്ചാൽ അത് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക. മദ്യം, മാംസം അതൊക്കെ വെച്ചിട്ട് കല്ല്, തവിട് ഇത്യാദിയായിട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ തുലാമാസിലെ വാവിനെ, കർക്കിടക മാസിലെ വാവിനെ കൃത്യമായിട്ട് അവർ ബലികർമ്മങ്ങൾ ചെയ്യുക. ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് ഒരിക്കലെടുത്തിട്ട് അവരെ ഗുരുമുത്തച്ഛന്മാർക്കും അതേപോലെ തന്നെ കാലം ചെയ്ത പിതൃക്കൾക്കൊക്കെ ആയിട്ട് അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക. അവർ നന്നായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഈ ദൈവദേവന്മാർക്കും നമുക്കും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ആ കർമ്മി അനുഷ്ഠിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് മരണം വരെ ആണ് ചെയ്തു പോവുക. അപ്പോൾ ഈശ്വരാനുഗ്രഹങ്ങളെ കൊണ്ട് അദ്ദേഹം എന്ത് വിചാരിച്ചാലും നടക്കും. അപ്പോൾ അവരുടെ ധർമ്മ ദൈവങ്ങളുടെയും അതേപോലെ ഗുരുക്കന്മാരുടെ എല്ലാവരുടെ അനുഗ്രഹങ്ങൾ ഇതേപോലെ ചെയ്യുന്നവർക്ക് ഉണ്ടാവട്ടെ. ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അറിയാത്തവർ ഒരുപാട് ആളുകളുണ്ടാവും. ഇങ്ങനത്തെ അറിവുകൾ ഇതേപോലെ ആരെങ്കിലും പറയുമ്പോഴാണ് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നന്നായി വായിക്കുക ശ്രമിക്കുക. നമ്മൾ എന്താണ് ഒരു കാര്യം മാത്രം ഇങ്ങനെ ചെയ്യുന്നവർക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മിലിക്കാൻ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നതും ഇതേപോലെ ആളുകളായിരിക്കും. അവർക്ക് വേറൊരു ചിന്തയില്ല അവരുടെ മനസ്സിൽ. ഇത് മാത്രമേ. പക്ഷേ അത് തൊട്ടേനും കുറ്റം, ആരെങ്കിലും വന്നാലും കുറ്റം, നോക്കിയാലും കുറ്റം, അങ്ങനെ വരുന്നവരുണ്ടാവും. അതേപോലെ തന്നെ പരന്ന വായനകളുണ്ടാകുക, നല്ല ബുക്കുകളൊക്കെ വായിക്കുക. ലാലുലീല പോലുള്ളതല്ല, നല്ല എഴുത്തുകാരന്മാരുടെ അതേപോലെ കലാപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്, കഴിവുകളുണ്ട് വെച്ചാൽ അതൊക്കെ തെളിയിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ മാനസികമായിട്ട് കുറേ തുറന്ന് കാണിക്കുന്ന ഒരു സംഭവങ്ങളുണ്ടാവുന്നതാണ്. അടഞ്ഞു പോകുന്നൊരിതല്ല, തുറന്നു വരണം, എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറണം, ഈശ്വരന് അനുഗ്രഹങ്ങൾ ഉണ്ടാവണം. അപ്പം നമ്മൾ കുറേ അറിവുകളൊക്കെ കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ദൈവങ്ങളോടുള്ളതായ പ്രാർത്ഥന രീതിയൊക്കെ ഒക്കെ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.